എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റാഗിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി റെസിപ്പിയാണ്, നല്ല നാടൻ രുചിയുമാണ് കേട്ടോ. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ റാഗി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത റാഗിയാണ്. നമ്മളിതാ ഇതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് ഓയിലൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയ റെസിപ്പിയാണ്. ഞാനൊരു ബൗൾ നിറയെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാഗിപ്പൊടി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ്, നല്ലപോലെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നിച്ച് ചേർത്താൽ പെട്ടെന്ന് ചളി പോലെ ആയിട്ടും വെള്ളം കുടിപ്പം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറി വരട്ടെ കേട്ടോ. ചൂടാറി വന്നിട്ടാകുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു പൂഴിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ പഴം ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടാം. നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിങ്ങനെ ഒരു കവർ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയായാലും പരത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കിങ്ങനെ തുറന്നെടുക്കാം കേട്ടോ. തുറന്നെടുക്കാം ഉണ്ടല്ലേ. അങ്ങനെ ഇതിങ്ങനെ തുറന്നെടുക്കാം. തുറന്നെടുക്കാം കേട്ടോ. ഇതിന്
ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്. നല്ല ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഇടാം. പുറത്തൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ ആക്കിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടെ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി വെക്കാം. നമുക്കിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെക്കാം കേട്ടോ. ഇങ്ങനെ വെക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. കയ്യിലെടുത്ത് കയ്യിലെടുക്കാം. നമുക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചെടുക്കാം. അങ്ങനെ വെച്ചുകൊടുക്കാം. കേട്ടോ, ഇതുപോലെ നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ആവിത്തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഓരോ ഇങ്ങനെ കുഴക്കട്ടയെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വെള്ളം അധികം ഇങ്ങനെ തിളച്ച് മേലേക്ക് വരുമ്പോൾ തുണി ഇങ്ങനെ നേരെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് കുറച്ച് സമയത്തേക്ക് ആവി കയറ്റാം. നല്ലപോലെ വേവുന്നുണ്ട് കേട്ടോ. റാഗിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.